ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ എൻജിൻ നോയ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നൊരു സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഷ്യൂ വന്നോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 2.5 കൊല്ലം ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ടും ഏകദേശം ആ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ ഇഷ്യൂ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ രണ്ടാമത് പിന്നെയും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് എൻജിൻ നോയ്സിനെ പറ്റിയിട്ടുള്ള ഹോർനെറ്റ് 160R ലാസ്റ്റത്തെ വീഡിയോ. അപ്പോൾ ഞാൻ സെയിം സൊല്യൂഷൻ തന്നെയാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്ത് നോക്കണതിന് മുമ്പ് ഇതിൻ്റെ എൻജിൻ്റെ നോയ്സ് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ സൗണ്ട് വീഡിയോയിൽ എന്തോരം ക്ലിയർ ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും പക്ഷേ നമുക്ക് റണ്ണിങ്ങിൽ ഒരു സൗണ്ട് ഉണ്ടാവില്ല, ഒരു ടക്ക് 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 അങ്ങനത്തെ ഒരു സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തോരം കിട്ടുമെന്ന് അറിയില്ല. റണ്ണിങ്ങിലാണ് കുറച്ചും കൂടി ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ടെൻഷനർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നും നമ്മൾ ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഐറ്റം കാണിച്ചു തരാം. 2-3 സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി കുറേ നാളായി കാര്യമായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മെയിനായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടുള്ള സാധനം. ഇത് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സാധനമാണ് നമ്മളന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് ടൈമിംഗ് ചെയിൻ ടെൻഷനർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് മേടിച്ചതും ഇന്നത്തെയും തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ കാണാണ്ട്. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ വരുന്നത്, അന്ന് മേടിച്ചാൽ ഫുൾ മെറ്റലായിരുന്നുകൊണ്ട് പിന്നെ ഇതും കുറച്ച് ഇതുള്ള പോലെ തോന്നുന്നുണ്ട്. അത് പുതിയ സാധനമാണ്. നമ്മൾ ഹോണ്ടയുടെ ജെന്യൂൻ സ്പെയറിൽ തന്നെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ടുള്ളത് 260 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ നമുക്ക് 360 രൂപ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സെയിം ഐറ്റം എന്നിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത് മാറ്റി നോക്കണം. പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി ഇനി മാറ്റാനുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. ഇതൊക്കെ ഭയങ്കര ടൈറ്റായി പോയി. കുറേ നാളായി. വണ്ടി ഏകദേശം ഒരു 7 കൊല്ലത്തിൻ്റെ അടുത്ത് പഴക്കുണ്ട്. ഒരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ആവാറായിട്ടുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇതാണ്. ഇത് ലോക്കൽ ഇൻഡിക്കേറ്റർ ആട്ടോ. അത് പേര് രീതിക്കൊന്നും നോക്കണ്ട, മോക്സിന്നൊന്നും കരുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ലോക്കൽ ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഈ വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിന് വലിയ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എടുത്തല്ല. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ. കാണാനൊക്കെ കുഴപ്പമില്ല. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇവിടെ കുറച്ച് ക്രാക്ക് വീണ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 4 ഈ ഗ്ലാസിൻ്റെ ഇതുണ്ട്. പക്ഷേ വർക്കിംഗ് ആണ് സാധനം. ഞാൻ വന്നപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കി, സംഭവം വർക്കിംഗ് ആണ്. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളെന്തായാലും ബ്ലാക്ക് മാസ്ക് അടിക്കും. അതുകൊണ്ട് ആ ക്രാക്കിങ് അത്ര വിഷയമുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 4 കൂടി 256 രൂപയാണ്. അത്രയ്ക്കാണ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനം എന്തായാലും ഉണ്ട്. അത്യാവശ്യം ഒരു ഇതുണ്ട്. ഞാൻ ലോക്കലായിട്ട് ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചു. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം ഒരെണ്ണത്തിന് 500-450 അങ്ങനെയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. ഒറിജിനലല്ല, ഇതുപോലെ കോപ്പി സാധനങ്ങൾക്കൊക്കെ ഒരെണ്ണത്തിന് തന്നെ അത്രയും റേറ്റ് മേടിക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ ഇല്ലാത്ത കാരണം നമ്മൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫിറ്റ് ചെയ്യണം, ഇതിൻ്റെ സ്വിച്ച് മാറ്റണം, അങ്ങനത്തെ കുറച്ച് പണികളാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ആണ് അതിൻ്റെ മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ച് ഇത് ഞാൻ ഹോണ്ടയുടെ ജെന്യൂൻ സ്പെയറിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് കുറച്ച് പഴയ മുള്ളതുകൊണ്ട് 503 രൂപയായി. ഇപ്പോൾ ഉള്ളതിന് ആ റേറ്റ് ഉണ്ടാവാൻ വഴിയില്ല. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇത് നമ്മളിനി അസംബിൾ ചെയ്യണം. അപ്പോൾ അസംബിൾ ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുള്ളത് ജെന്യൂൻ സ്പെയർ തന്നെയാണ്. നമുക്ക് സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്പെയർ എടുത്ത് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇതേപോലെ ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ടായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് മാറിയിട്ടുള്ളൂ. കാരണം ഞാൻ ക്ലീൻ ചെയ്യേണ്ടത്തോട്ട് അത്രയും വൃത്തികേടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റിനായത് 1117 രൂപ. GST ഒക്കെ മാറുന്നതിന് മുമ്പാണ് ആ റേറ്റ് കിട്ടുക. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊരു ഷോപ്പിൽ വണ്ടി കൊടുത്തിട്ട് ചെയിൻ മാറിയപ്പോൾ എൻ്റെ ഏകദേശം ഒരു 2600-2800 ആ റേഞ്ചിൽ പൈസ മേടിച്ചിട്ടുണ്ട്. അത് കുറേ മുന്നാണ് കേട്ടോ. ഇത് നമുക്ക് സ്പെയർ മേടിച്ചിട്ട് അറിയണ ഏതെങ്കിലും ഷോപ്പിൽ കൊടുത്ത് മാറ്റിക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. കാരണം അവർ റേറ്റ് ഇടുമ്പോൾ നമുക്ക് അറിയില്ല. അവർ ലാസ്റ്റ് ഒരു ബില്ല് തരും. അത് നമ്മൾ മേടിച്ച് പോയി ചിലപ്പോൾ അത് എഴുതിയ ബില്ലൊക്കെ ആയിരിക്കും. ഞാൻ നോർമൽ ഹോണ്ടയുടെ സർവീസ് സെൻ്ററിൽ കയറ്റിയിട്ട് ഇപ്പോൾ ചെയ്യാറില്ല. ലോക്കലായിട്ട് എവിടെയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയിൻ മാറിയിട്ട് ഏകദേശം ഒരു
4-5 കൊല്ലത്തിനടുത്ത് ആവാറേ ഉണ്ടാവും. 2800. അപ്പോൾ ഞാൻ അതും വിചാരിച്ചിട്ടാണ് ചെയിൻ മാറാണ്ട് കുറേ നാൾ ഓടിയത്. പക്ഷേ 1300 രൂപയ്ക്ക് സാധനം മേടിച്ച് നമ്മൾ അറിയേണ്ട ഒരു ഷോപ്പിൽ കൊടുത്ത് മാറി. നമുക്ക് ഏകദേശം ഒരു 1500-1600 ഉള്ളിൽ ചെയിനും സ്പോക്കറ്റും മാറാൻ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളതിൻ്റെ ടെൻഷനറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ ടെൻഷനർ. അപ്പോൾ ഇതിൻ്റെ ടെൻഷനർ നമ്മൾ മാറ്റിയിട്ടുള്ള സൗണ്ട് ഞാൻ ഫസ്റ്റ് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ടെൻഷനർ മാറിയതിന് ശേഷം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടിക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ടെൻഷനർ ഫസ്റ്റ് കാണിച്ച ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ലോക്കായിരുന്നു. അത് വെക്കുന്ന സമയത്ത് ഒരു പുള്ളയും അപ്പോൾ ഇതിങ്ങനെ തള്ളി വരും കേട്ടോ. ഈ എൻഡ് ലൂസാകുമ്പോൾ വരുന്ന സൗണ്ടാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിൻ്റെ ആവാം. ഇപ്പോൾ ഞാനത് മാറിയപ്പോൾ എനിക്ക് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടൈമിങ് ചെയിനും കാര്യങ്ങളൊക്കെ മാറാറായിട്ടുണ്ട്. ഏകദേശം 1 lakh കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ പറ്റുകയാണെങ്കിൽ മാറും. ഇത് മാറിയപ്പോൾ തന്നെ ഈ സൗണ്ട് വരുന്ന പ്രോബ്ലം റെഡി ആയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത് മാറിയിട്ട് കൊണ്ടു നടക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതിൻ്റെ തന്നെയാണോ ഇഷ്യൂ എന്ന് അറിയാനായിട്ട്. കുറേ പേര് ടാപ്പറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. ടാപ്പറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണെങ്കിൽ ഈ സാധനം മാത്രം മാറിക്കഴിഞ്ഞാൽ ഈ സൗണ്ട് പോയില്ല. അപ്പോൾ എന്തായാലും സൗണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ വേറെ ചെയ്തു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. കുറേ നാളിന് ശേഷമാണ് ഈ വണ്ടിക്ക് ഇൻഡിക്കേറ്ററിന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 4 സൈഡ് ഇൻഡിക്കേറ്റർ നമ്മൾ മാറ്റി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് തന്നെയാണ് മാറ്റിയത്. ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്കായിട്ടുള്ളത്. സംഗതി കുഴപ്പമില്ല, എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. കൊടുത്ത പൈസയ്ക്കുള്ള എന്തായാലും ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ അത്യാവശ്യം ഒരുവിധം പണികളൊക്കെ തീർത്തു. ഇനി സസ്പെൻഷൻ്റെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെയ്തത് തന്നെ നമ്മൾ ഓയിൽ മാറ്റി, പിന്നെ കാർബറേറ്ററിൽ ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു, അതും ചെയ്തു. പിന്നെ ഇൻഡിക്കേറ്റർ ഫിറ്റിങ്, ചെയിൻ ടൈറ്റിങ്, അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ ഒരു 800 രൂപയോളം സർവീസ് ചാർജ് വന്നു. പിന്നെ ഓയിൽ, പിന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു ഇതുണ്ട് ഫ്ലോട്ടിങ് ജെറ്റ്, അത് നമ്മളൊരു വട്ടം മാറിയിട്ടുള്ളതാണ്. ഒരു 2-4 മാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരത് മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സാധനം അതും മാറ്റി. പിന്നെ ചെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന് മൊത്തം 800 രൂപയും സ്പെയർ കാര്യങ്ങൾക്കൊക്കെ ഒരു 640 രൂപ ആ റേഞ്ചിലാണ് വന്നത് കേട്ടോ ഇപ്രാവശ്യം സർവീസ്. പിന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 4500 ആ റേഞ്ചൊക്കെ വരണമെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ സ്റ്റമ്പിൻ്റെ ഉള്ളിൽ എവിടെയോ സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓയിൽ മാത്രം മാറിക്കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളിൽ സ്ക്രാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് മൊത്തം മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് തന്നെ 2000 രൂപ ആവുമെന്ന് പറഞ്ഞത്. നമ്മൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ടില്ല. നമ്മളപ്പോൾ വേറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഈ സാധനം മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോയിൽ. അപ്പോൾ എൻജിൻ നോയ്സിനെ പറ്റിയുള്ള വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോ ഉണ്ടാകുന്നതല്ല കേട്ടോ. അപ്പോൾ കുറേ പേര് ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട് സൗണ്ട് എന്തായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 2.5 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഈ എൻജിൻ നോയ്സിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ടെൻഷനർ മേടിക്കുക. ആകെ 260 രൂപ ഇപ്രാവശ്യം ആയിട്ടുള്ളൂ. ടെൻഷനർ മേടിക്കുക, അറിയുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ട് കൗണ്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എൻജിൻ അഴിച്ച് പണിയാൻ കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻജിൻ അഴിച്ച് പണിയാൻ കൊടുത്ത് അവർ വേറെ ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞു കുറേ ഇതുണ്ടായി. കാരണം മുന്നത്തെ വീഡിയോസ് നോക്കി എനിക്കറിയാം, അതിലൊക്കെ നമ്മൾ നല്ല രീതിക്കുള്ള പണിയെടുത്തിട്ടുണ്ട്. നല്ല ഷോറൂമിലും കൊടുത്തിട്ടായാലും പുറത്ത് കൊടുത്തിട്ടായാലും എൻജിൻ അഴിച്ചിട്ടുള്ള പണി കുറേ എടുപ്പിച്ചിട്ടുണ്ട്, 2-4 വട്ടം. അതിന് ശേഷം ഇത് മാറിയതിന് ശേഷം ഓക്കെ ക്ലിയർ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത്രയും നാൾ ഓടി. എനിക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കാതെ വെച്ചിട്ട് പിന്നെ എടുക്കുന്ന സമയത്തായിരുന്നു ഈ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 5-6 മാസം വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം എടുത്തപ്പോഴും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓക്കെ കുഴപ്പമില്ല, ഇത്രയും കാലം കുഴപ്പമില്ലാതെ ഓടി. ഏകദേശം ഒരു 2.5 കൊല്ലത്തിനടുത്ത് ഓടി. പിന്നെ ഈ സാധനം മാറിയാലും ഓക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാറിയത്. ഇപ്പോൾ സൗണ്ട് എന്തായാലും നോർമലായിട്ടുണ്ട്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.